യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷെമ ഇസ്രായേലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഏറ്റവും കൂടുതൽ അവകാശമെന്ന്. കർത്താവിൻ്റെ കരുണയിലൂടെ ദൈവസ്നേഹത്തിലേക്കും പ്രത്യാശയിലേക്കും ഓരോ ആത്മാവും കടന്നു വരുമ്പോഴും സ്വർഗം സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ ഈ കരുണയുടെ മുഖം മനുഷ്യ മക്കളിൽ നിന്നും മറച്ചു പിടിക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ. കരുണയുടെ ഈ അസാധാരണ വർഷത്തിൽ കർത്താവിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയുവാനും ആ കരുണ ഏറ്റെടുക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. കർത്താവിൻ്റെ അനന്തമായ കരുണ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചും ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ നമുക്ക് തിരിച്ചറിയാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛനിലൂടെ ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം തുടർന്ന് വരുന്ന ശുശ്രൂഷകളിലൂടെ നമുക്ക് അനുഭവവേദ്യമാകാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയിൽ ആഴമായി ആശ്രയിച്ച് ആ കരുണയിലൂടെ സ്വർഗം നമുക്ക് തരുന്ന നന്മകൾ സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ഈ മക്കൾ വചനം കേൾക്കുമ്പോൾ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പിശാചിൻ്റെ വഞ്ചനകളെ, കർത്താവിൻ്റെ കരുണയ്ക്കെതിരെ നിൽക്കുന്ന അവൻ്റെ തെറ്റായ ബോധ്യങ്ങളെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിൻ്റെ കരുണ എന്തെന്നും കരുണയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നും ആ കരുണയിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥകൾ എന്തെന്നും നമ്മൾക്കറിയാവുന്നതിനേക്കാളും നല്ലത് കാര്യമായിട്ടും പിശാചിനറിയാം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ന് പലപ്പോഴും പലരും കാരിസ്മയിലൊക്കെ എല്ലാ ആഴ്ചയും ധ്യാനമുള്ളതാണ്. ഓരോ ധ്യാനത്തിനും പലരെയും കണ്ടുമുട്ടാറുണ്ട് പേഴ്സണലായിട്ട് പ്രാർത്ഥനയുടെ സമയത്ത്. പലരും പറയാറുള്ള കാര്യം എന്നാണെന്നറിയാമോ? നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞത് തലേ ദിവസം, ചൊവ്വാഴ്ചത്തെ കുമ്പസാരം കഴിഞ്ഞ് ബുധനാഴ്ച ഇവരെ കാണുന്ന ദിവസം ഇവർ പറയുന്നതെന്നറിയാമോ? അച്ഛൻ എന്നാലും കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കോ, കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കോ, ഇത്രയും വലിയ പാപമൊക്കെ ഞങ്ങൾ ചെയ്തില്ലേ, ഇതുപോലത്തെ പാപത്തിലേക്കൊക്കെ ഞങ്ങൾ പോയതാ, കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കോ.
ഒരു സംശയം. കണ്ടോ, കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി സംശയിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല. വിശുദ്ധ ജീവിതത്തിന്റെ പടവുകൾ കയറാൻ പോലും പറ്റില്ല. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കർത്താവിന്റെ കരുണ സ്വീകരിച്ച് ആയിത്തീരേണ്ട ഒരു വിശുദ്ധ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് വളരാതിരിക്കാനുള്ള പിശാചിന്റെ വഞ്ചനയാണ്, അവൻ കുത്തിവെക്കുന്ന വിഷമാണ് കർത്താവിന്റെ കരുണയെ പറ്റി സംശയിക്കുക എന്നുള്ളത് തന്നെ. ആ സംശയം നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതെന്നാ, അത് നമ്മളെ കുറ്റബോധത്തിലേക്ക് എത്തിക്കും. കുറ്റബോധം നമ്മുടെ പിടികൂടാൻ തുടങ്ങിയാൽ പഴയ പാപത്തിലേക്ക് നമ്മൾ കടന്നു പോകാനും സാധ്യതയുണ്ട്. അതാണ് പിശാചിന്റെ ആഗ്രഹം. അതുകൊണ്ട് കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി മാത്രം നമ്മൾ സംശയിക്കരുത്. കാരണം യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് 1 യോഹന്നാൻ 1:9 കർത്താവിന്റെ വചനം സംസാരിക്കുന്ന ഇങ്ങനെയാണ്: നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകയാൽ നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. കണ്ടോ, അപ്പൊ കർത്താവിന്റെ സ്വരം ഇതാ: നമ്മൾ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ, കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. ഇത് കർത്താവിന്റെ വചനത്തിന്റെ വാഗ്ദാനമാണ്. ഇത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്ന. അപ്പൊ ദൈവസ്വരത്തെ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവസ്വരത്തെ സംശയിക്കുമ്പോൾ ദൈവത്തെ സംശയിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മരിയ ജോൺ വിയാനി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട്. നമുക്കറിയാം, കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധനാണ് വിശുദ്ധ മരിയ ജോൺ വിയാനി. മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിലിരുന്ന് അനേകം ജീവിതങ്ങളുടെ കുമ്പസാരം കേട്ട വിശുദ്ധൻ, അനേകരുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം വീശിയ ഒരു വിശുദ്ധൻ, അനേകം ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തക്കവിധം കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചൊരു വിശുദ്ധൻ. ഈ വിശുദ്ധം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഇങ്ങനെയാണ് വിശുദ്ധം പറയുന്നത്: അനേകർ ചിന്തിക്കുന്നു, ഞങ്ങൾ അത്യധികം പാപം ചെയ്തു പോയി, ഞങ്ങളുടെ ഈ പാപത്തിന് കർത്താവിന് കരുണ കാണിക്കാൻ പറ്റുമോ? തുടങ്ങുന്ന ഇങ്ങനെയാ. ഈ ചോദ്യത്തിന് ഉത്തരം വ്യാനി തന്നെയാ പറയുന്നത്. വിശുദ്ധം പറയുന്നത് ഇങ്ങനെയാ: കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി സംശയിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെ ദ്രോഹിക്കുന്ന മറ്റൊരു പാപമില്ല. കണ്ടോ, വിശുദ്ധം പറയുകയാണ്, കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി സംശയിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെ ദ്രോഹിക്കുന്ന മറ്റൊരു പാപമില്ല. കാരണം കർത്താവിന്റെ കാരുണ്യത്തെ സംശയിക്കുമ്പോൾ കർത്താവിനെ തന്നെ സംശയിക്കുക നമ്മൾ. എന്നിട്ട് വിശുദ്ധൻ കൂട്ടിച്ചേർക്കുകയാണ്, കാരണം കർത്താവിന്റെ കാരുണ്യം അനന്തമാണ്, അതിന് അതിര് കൽപ്പിക്കരുത്. കർത്താവിന്റെ കാരുണ്യം അനന്തമാണ്, അതിന് അതിര് കൽപ്പിക്കരുത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അനുതാപത്തോടും വിശുദ്ധിയോടും എളിമയോടും കൂടെ, ഒരു പാപബോധത്തോടു കൂടി അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ ആ പാപങ്ങളെ കുറിച്ച് ഒരു കുറ്റബോധത്തിലേക്ക് കടന്നു പോകാനോ, ആ പാപം കർത്താവ് ക്ഷമിച്ചുവോ, കർത്താവിനോട് പൊറുത്തുവോ എന്നുള്ള ചിന്ത പോലും മനസ്സിലെടുക്കരുത്. കാരണം അത് ദൈവത്തെ സംശയിക്കുന്നതിന് തുല്യമാണ്. അത് കർത്താവിനെതിരായ പാപമാണ്. കണ്ടോ, ഇത്ര മനോഹരമായിട്ടാണ് വിശുദ്ധം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുതന്നെയല്ലേ കർത്താവിന്റെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരിലാണ് കർത്താവിന്റെ കരുണയൊഴുകുന്നത്. ആ കരുണ അനുഭവിക്കാൻ പറ്റിയാൽ നമ്മൾ അർഹിക്കാത്ത ആ സ്നേഹം, നമ്മുടെ അയോഗ്യതകളൊന്നും നോക്കാതെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വീണ്ടെടുക്കുന്ന, നമ്മളെ യോഗ്യരാക്കുന്ന ആ സ്നേഹമാണ് കർത്താവിന്റെ കരുണയെന്ന് പറയുന്നത്. അതാണ് ഓരോ കുമ്പസാരത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് ഓരോ കുമ്പസാരക്കൂട്ടിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കരുണ എന്ന് പറയുന്നത്. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എൻ്റെ ഇന്നലകളെ മുഴുവനും കർത്താവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുക. അതെല്ലാം കർത്താവ് മാറ്റുകയാണ്. ഒന്നും ഓർത്തു വയ്ക്കാതെ സകല പാപങ്ങളും കർത്താവ് നമ്മളിൽ നിന്ന് ദൂരെ എറിയുകയാണ്. ഇത് ഹൃദയം കൊണ്ട് അനുഭവിച്ച് ജീവിതം കൊണ്ട് ഏറ്റെടുക്കുന്ന ജീവിതങ്ങളിലാണ് കർത്താവിന്റെ കരുണ അതൊരു അനുഭവമായി, അതൊരു വിശുദ്ധീകരണമായി മാറുന്നതുള്ളൂ. പലപ്പോഴും ഇവിടെ സംശയം വരുന്നത് കൊണ്ടാണ്, പിശാച് ചില സംശയങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ടാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് കരുണ സ്വന്തമാക്കാൻ പറ്റാത്തത്.
മറ്റൊരു പേരും പറയുന്നത് എന്നാണെന്നറിയാവോ? അച്ചോ, അതെ, ഞാൻ ഈ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപം തന്നെയാണ് അടുത്ത കുമ്പസാരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തിനാ ഇനി കുമ്പസാരിക്കാൻ പോകുന്നത്? ഇനി കുമ്പസാരിക്കുന്നതുകൊണ്ടൊക്കെ എന്താ അർത്ഥമുള്ളത്? പഴയ കുമ്പസാരത്തിൽ പറഞ്ഞ തന്നെയല്ലേ അടുത്ത കുമ്പസാരത്തിൽ ഞാൻ പറയാം. അതേ പാപത്തിലേക്ക് തന്നെ നിർബന്ധിതമായിട്ട് ഞാൻ വീണുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ആഗ്രഹിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പാപത്തിലേക്ക് ഞാൻ കൂടെ കൂടെ വീണുപോവുക. അതുകൊണ്ട് ഞാൻ വിചാരിക്കുക, എന്തിനാ ഞാൻ വീണ്ടും കുമ്പസാരിക്കുന്നത്? എന്തിനാ ഞാൻ ഈ പാപം ഏറ്റുപറയുന്നത്? അതിൽ വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടി കടന്നു പോകാവുന്ന ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കുന്നത്. ഒരു പാപത്തിലേക്ക് നമ്മൾ വീഴാൻ സാധ്യതയുണ്ട് എന്ന് കരുതി തമ്പുരാന്റെ മുമ്പിൽ കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് മനസ്താപപ്രകടനം ചെല്ലുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്, കർത്താവേ, പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. കണ്ടോ? ഈ സമർപ്പണമാണ് കർത്താവ് നോക്കുന്നത്. ഈ സമർപ്പണത്തിന്റെ മേലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഈ സമർപ്പണമില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു പാതി മനസ്സ് എടുത്തിട്ട്, അതെ കർത്താവേ, ഞാൻ ശ്രമിക്കാം, ഈ കുമ്പസാരത്തിലൂടെ ഞാൻ ശ്രമിക്കാം, പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കട്ടെ, ആ സാഹചര്യത്തിലേക്ക് ചെന്നിട്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ ഒരു കുമ്പസാരം നമുക്ക് നടത്താൻ പറ്റില്ല. അവിടെ അനുതാപമില്ല. യഥാർത്ഥ അനുതാപം പരിപൂർണ സമർപ്പണത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ പൂർണ്ണമായ ഒരു തീരുമാനം പറയുന്നു, ഒരു സമർപ്പണം പറയുന്നു. കർത്താവേ, ഈ പാപം ഉപേക്ഷിക്കാൻ, ഈ ദുശ്ശീലം ഉപേക്ഷിക്കാൻ, ഈ സ്വഭാവത്തിന്റെ വൈകല്യം ഉപേക്ഷിക്കാൻ, ഈ പാപത്തോടുള്ള ഒരു പ്രതിപത്തി, ഒരു ചായ്വ് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു, പൂർണ്ണമായ തീരുമാനമെടുക്കുന്നു എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറയുമ്പോഴാണ് കർത്താവിന്റെ കരുണ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ആ സമർപ്പണത്തിന്റെ മേലാണ് കർത്താവിന്റെ കരുണ ഒഴുകുന്നത്. ഒരു പൂർണ്ണ സമർപ്പണമില്ലാതെ കർത്താവിന് മുമ്പിൽ ചെന്നിട്ട് പാതി പറഞ്ഞ് പാതി പറയാതെ പാതി മാറ്റിവെച്ച് ആർക്കോ വേണ്ടി എന്ത് ചെയ്യുന്നത് പോലെ ഒരു കടത്ത് കഴിക്കുമ്പോൾ കർത്താവിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. ഇവിടെ എത്രയോ പേരോ കർത്താവിന്റെ കരുണ ജീവിതത്തിൽ അനുഭവിച്ച് ആ ഒരു അവസ്ഥയിൽ നിന്നും മനോഹരമായ രീതിയിൽ പുതിയ ജീവിത ശൈലി പ്രാപിച്ചിരിക്കുന്നത്, ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ജീവിത പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും രോഗങ്ങളും തകർച്ചകളും പാപത്തിന്റെ പടുക്കുഴികളിൽ നിന്നൊക്കെ എത്രയോ പേരാ കർത്താവിന്റെ കരുണ അനുഭവിച്ചതുകൊണ്ട് മാത്രം ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. എത്ര പേരാ വിശുദ്ധിയുടെ പടവുകൾ കയറിപ്പോയിരിക്കുന്നത് അല്ലെ? അഗസ്റ്റിന്റെ ജീവിതം തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കേ. തന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ കരുണയുടെ കരം അനുഭവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി മാറ്റപ്പെട്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനും അത് സ്വന്തമാക്കാനുള്ള ഒരു ആത്മാവിന്റെ ദാഹമുണ്ടെങ്കിൽ, ഒരു സമർപ്പണത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കർത്താവിന്റെ കരുണ കുത്തി ഒഴുകുന്ന അനുഭവം ഉണ്ടാകും. ആ അനുഭവം ഉണ്ടായ പിന്നെ കർത്താവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല, പിന്നെ കർത്താവിനെ മുറിപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ധൂർത്തപുത്രന്റെ ഉപമ വിവരിക്കുമ്പോൾ അത് തുടർന്നും വിവരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ധൂർത്തപുത്രൻ മരിക്കുന്നത് വരെ പിന്നെ പിതാവിനെ വേദനിപ്പിക്കില്ല, അല്ലെ? കാരണം എന്താ? തന്റെ ജീവിതത്തിൽ അപ്പന്റെ സ്നേഹത്തിലായിരുന്ന ധൂർത്തപുത്രൻ ആ സ്നേഹത്തിൽ നിന്നും ആ സ്നേഹം വെട്ടിമാറ്റി സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹപ്രകാരം, സ്വന്തം സ്വാർത്ഥത പ്രകാരം ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. പിതാവിന്റെ സ്നേഹത്തിൽ നടന്നപ്പോൾ നഷ്ടപ്പെടേണ്ടത് മുഴുവനും നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു. അവസാനം പന്നിക്കൂട്ടി കിടക്കുക. പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവന് സുബോധമുണ്ടായി. വെരി ഗുഡ്. പക്ഷെ നമ്മുടെ പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പന്നിക്കൂട്ടിലെത്തിയാൽ പോലും സുബോധമില്ലാതെ കിടക്കുന്നവരാണ്. നശിച്ച് തകർന്നു പോയാലും ഒന്നുമില്ല, അഹങ്കരിക്കാൻ ഒന്നുമില്ലെങ്കിലും അവിടെ കിടന്നിട്ട് കർത്താവിങ്കിലേക്കൊന്ന് തിരിയാനോ ദൈവസ്വരം കേൾക്കാനോ ഒന്നും മാനിക്കാതെ ഇങ്ങനെയൊക്കെ മതി, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, അത് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം,
എനിക്കറിയാം എന്നാ ചെയ്യേണ്ടതെന്ന്, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ള സ്വാർത്ഥതയുടെ തത്വങ്ങൾ സ്വയം പറഞ്ഞ് സ്വയം ആത്മനാശത്തിലേക്ക് പോകുന്ന അനേകരില്ലേ? പക്ഷേ ഈ ധൂർത്തപുത്രൻ സുബോധമുണ്ടായപ്പോ ഒരു കരുണയുള്ള പിതാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ പിതാവിന്റെ കരുണയിലേക്ക് സ്വയം നടന്നെടുക്കുന്നതല്ലേ കാണുന്നേ. എന്നിട്ട് എന്താ സംഭവിക്കുന്നേ? വചനം പറയുന്നു, അവനെ അകലെ വെച്ച് തന്നെ കണ്ടപ്പോ പിതാവ് ഓടിച്ചെന്ന് അവനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇതാണ് കരുണ. അർഹിക്കാത്ത സ്നേഹം നൽകി അപ്പൻ അവനെ വീണ്ടെടുത്തത് കണ്ടോ? യോഗ്യതയില്ലാത്ത സ്നേഹം നൽകി പിതാവ് അവന്റെ ആ കരുണയിലേക്ക് അവനെ സ്വീകരിച്ചത് കണ്ടോ? ഈ കരുണ അനുഭവിച്ച ധൂർത്തപുത്രൻ വീണ്ടും അപ്പനെ വേദനിപ്പിച്ചു പോകും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആ ഉപമ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, ധൂർത്തപുത്രന്റെ മരണം വരെ ആ ഒരു ഉപമ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പാണ് ഒരിക്കലും പിന്നെ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് ഈ മകൻ വീണുപോകില്ല. കാരണം പറ്റില്ല. അത്രമാത്രം കർത്താവിന്റെ കരുണ സ്വന്തം ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിച്ചവനാ ധൂർത്തപുത്രൻ. ഇവിടെ ഒരു അനുഭവമാണ് ഓരോ കുമ്പസാരത്തിലൂടെയും സ്വർഗം നമുക്ക് തരുന്നേ. അത് മനസ്സിലാക്കണം. അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. അതേക്കുറിച്ച് നമ്മൾ മനസ്സുകൊണ്ട് പോലും കർത്താവ് ക്ഷമിക്കോ, കർത്താവ് പൊറുക്കോ, കർത്താവിനോട് കരുണ കാണിക്കോ എന്ന് സ്വയം ചിന്തിച്ച് ഒരു കുറ്റബോധത്തിൽ കിടക്കേണ്ട കാര്യമില്ല. കുറ്റബോധം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ, നാം നമ്മോട് തന്നെ ക്ഷമിക്കാഞ്ഞിട്ടാ. അതാ പ്രശ്നം. കർത്താവ് കരുണ കാണിക്കാഞ്ഞിട്ടല്ല, കർത്താവ് കാണിച്ച കാരുണ്യം നാം നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വന്തമാക്കാഞ്ഞിട്ടാ. ഇത്രമാത്രം കരുണ കാണിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം, ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് കരുണയായി ഒഴുകിയിറങ്ങുമ്പോ, അർഹിക്കാത്ത സ്നേഹമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോ, നോക്കിക്കേ, സ്വർഗം ആഗ്രഹിക്കുന്ന എന്താ? സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. അതാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ കരുണയുടെ ലക്ഷ്യം എന്താ? നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുക. നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് വചനം പഠിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല, ഇന്നലകൾ ഓർത്ത് വീണ്ടും നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ സകല പാപങ്ങളുടെ മേലും സ്വർഗം തന്റെ കരുണ വർഷിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ആ കരുണ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കരുണയുടെ ആനന്ദം അനുഭവിക്കാൻ പറ്റും. ആ കരുണ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റും. ആ കരുണയുടെ ഭാഗമാക്കി അനേകരെ നമുക്ക് മാറ്റാൻ പറ്റും. അതാ പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ കുമ്പസാരത്തിലൂടെയും കർത്താവ് തരുന്ന, സ്വർഗം സമ്മാനിക്കുന്ന, ഈ സൗജന്യമായി നൽകപ്പെടുന്ന കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് അതിന്റെ പൂർണ്ണ ഫലം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുക. ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തകളിലോ നിൽക്കുന്ന ഏതെങ്കിലും തെറ്റായ ബോധ്യങ്ങളുണ്ടെങ്കിൽ, പിശാച് കുത്തിവെച്ചിരിക്കുന്ന ഏതെങ്കിലും തെറ്റായ കാരണങ്ങളുണ്ടെങ്കിൽ, അതൊക്കെ തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി, കർത്താവിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് കരങ്ങളൊന്ന് ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവിൻ്റെ വലിയ കരുണ
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മുടെ ഹൃദയത്തെ എടുത്തു വയ്ക്കണം. ഈശോയിലായിരിക്കുന്നവനാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അനേകർക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാതെ പോകുന്നതിന് കാരണവും നമ്മൾ വചനത്തിലൂടെ കേട്ടു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഇന്നലകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു നിമിഷം ഒന്ന് വിശ്വസിച്ച് എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കും. ഈ ദിവ്യകാരുണ്യനാഥനിൽ ഒഴുകുന്ന ശക്തി നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഈ നിമിഷം കർത്താവ് ഒഴുക്കാൻ പോവുകയാണ്. ആ വിശ്വാസം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്നാനം നീ സ്വീകരിക്കാൻ പോവുക. അത് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിന്നെ എത്തിക്കും. അതിന് തടസ്സമായി നിന്റെ മനസ്സിൽ നിൽക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങളും കർത്താവിന് കൊടുക്കട്ടെ. നിനക്ക് സാധ്യമല്ല, നിനക്ക് പറ്റില്ല, ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇത് നിർത്താൻ പറ്റില്ല, ഒത്തിരി ശ്രമിച്ചതാണ്, ഇങ്ങനെയൊക്കെ പോയാലൊക്കെ മതി എന്നുള്ള തെറ്റായ ബോധ്യങ്ങൾ നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ മേൽ കരുണ കാണിക്കും. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൻ്റെ മേൽ കരുണ കാണിച്ച അതേ ഈശോ ഈ അൾത്താരയിൽ നിന്ന് നിന്റെ ജീവിതത്തോടും കരുണ കാണിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ആ വെമ്പൽ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്തേ. കർത്താവിൻ്റെ കരുണയൊന്ന് ഏറ്റെടുത്തേ. നിന്റെ ഇന്നലകളെ ഒന്നും നോക്കാതെ നിന്റെ നാളെയിലേക്ക് നോക്കി നിനക്ക് ആരായി തീരാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഈശോ. ആ ഈശോയെ പറയുന്നേ, മകനെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ ഇനിമേൽ പാപം ചെയ്യരുത്. ഇതൊന്ന് കേട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കേ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞ്, ഈശോയെ എനിക്കും വിടുതൽ വേണം, എനിക്കും സൗഖ്യം വേണം. ഈശോയെ അവിടുത്തെ കരുണ അനുഭവിക്കാൻ എനിക്കും പറ്റണം. ഈശോയെ ആ കരുണ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ എൻ്റെ പാപങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഈശോയെ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് പറ്റാത്തത്. അതുകൊണ്ടാണല്ലോ കൂടെ കൂടെ അതേ പാപത്തിലേക്ക് തന്നെ വീണു പോകുന്നത്. നിരന്തരം ഒരേ പാപത്തിൽ തന്നെ ഞാൻ കിടക്കുന്നത്. ഈശോയെ ഈ പാപത്തിൻ്റെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ഈശോയെ വളരെ ദാഹത്തോടെ, വളരെ വേദനയോടെ ഈശോയെ വർഷങ്ങളായുള്ള ചില പാപത്തിൻ്റെ മേലും വർഷങ്ങളായുള്ള ചില പാപസ്വാധീനത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഈശോയെ, ഈ മക്കൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ മേഖലകളിലേക്ക് ഈശോയുടെ കരുണ ഈ നിമിഷം ഒഴുകി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അങ്ങ് കാരുണ്യവാനാണ്, അങ്ങ് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ ഈശോയെ ഈ മക്കളെ അനുവദിക്കണമേ. ഈശോയെ ഈ മക്കളെ അനുവദിക്കണമേ. അതിനെതിരെ നിൽക്കുന്ന പിശാചിന്റെ വഞ്ചനകൾ, അവൻ്റെ ബോധ്യങ്ങൾ, കർത്താവ് ക്ഷമിക്കില്ല, കർത്താവ് പൊറുക്കില്ല, നീ ഇത്രമാത്രം പാപം ചെയ്തില്ലേ, ഇതുപോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നീ ജീവിച്ചില്ലേ എന്നുള്ള കൊടുക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ, നിനക്കിത് നിർത്താൻ പറ്റില്ല, ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള തെറ്റായ ചിന്തകൾ യേശു നാമത്തിൽ കർത്താവേ ഈ നിമിഷം തന്നെ ഈ മക്കളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയരുവാൻ, ഒരു അഭിഷേക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ പരിശുദ്ധാത്മാവേ ഈ നിമിഷം ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുവദിക്കണമേ. എവിടെയൊക്കെ ഇരുന്ന് ഈ മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ അവരിലേക്കൊക്കെ ഈ നിമിഷം തന്നെ ഈശോയുടെ അനന്തമായ കരുണ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകിയിറങ്ങട്ടെ. ഇവിടെ ഹൃദയങ്ങൾ വിശുദ്ധമാകട്ടെ, ഹൃദയങ്ങൾ കർത്താവിൻ്റെ സ്വന്തമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പാം, കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നെ കാത്തിരിക്കുന്നൊരു ഈശോയുണ്ട്. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവും കാത്തിരുന്ന ഒരു പിതാവായ ദൈവം. അപ്പൻ എത്ര നാളുകൾ കാത്തിരുന്നു, മകൻ്റെ തിരിച്ചുവരവും കാത്ത്. അവസാനം മകൻ തിരിച്ചു വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി, ശരീരത്തിൻ്റെ വിശുദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കളഞ്ഞിട്ടും തിരിച്ചു വന്നപ്പോൾ വചനം പഠിപ്പിക്കുന്നു, അകലെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. പിതാവ് ഓടിച്ചെന്ന് മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അർഹിക്കാത്ത ഒരു സ്നേഹത്തിലേക്ക് അപ്പൻ മകനെ നയിക്കുക. ഈ കാരുണ്യത്തിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഇത് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ചേ. ഏത് പന്നിക്കൂടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ അനുഭവത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രം മതിയെന്നൊന്ന് വിശ്വസിച്ചേ.
ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൽ വളരാൻ ആശ്രയിച്ച്, കർത്താവ് തരുന്ന വിശുദ്ധ ജീവിതത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, എന്നോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ കുടുംബത്തോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളുടെ മേലും ഈശോയെ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാ